എല്ലാ ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഞാനിന്നിവിടെ പറയുന്നത് 2026 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വളരെ ഭൂരിപക്ഷത്തോടാണ് വിജയിച്ചിരിക്കുന്നത്. അത് 2026 സംഭവിക്കാനുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആരാണ് എന്ന് ഇതുവരെ ആയിട്ടില്ല. അതും അതിൻ്റേതായ സമയമാകുമ്പോൾ നടന്നിരിക്കും. ഇതെല്ലാം ഈശ്വരൻ്റെ ഒരു നിശ്ചയമാണ്. എപ്പോൾ നടക്കണം, എപ്പോൾ അറിയണം എന്നൊക്കെ ഉള്ളത് ഈശ്വരൻ്റെ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് എല്ലാ ജനങ്ങളും വോട്ട് ചെയ്ത് ജയിപ്പിച്ച എല്ലാ ജനങ്ങളും ക്ഷമയോടെ കാത്തിരിക്കുക. മുഖ്യമന്ത്രി ആരാണെന്ന് താമസിക്കാതെ തന്നെ അറിയാവുന്നതാണ്. അതാരായാലും ഈശ്വര കൽപ്പിതമാണ്. ആരാണ് മന്ത്രി കസേരയിൽ ഇരിക്കേണ്ടത് എന്ന് ഈശ്വരനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം ഒച്ചപ്പാടുകൾ വെച്ചാലും ഒന്നും നടക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതാണ്, എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. ആരാണ് മന്ത്രിയായിട്ട് വരുന്നത് എന്ന് കാണുക. ഇനി കൂടുതൽ സമയങ്ങളൊന്നും ദീർഘിപ്പിക്കാൻ ഇല്ല. എത്രയും പെട്ടെന്ന് തന്നെ അറിയാവുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. എല്ലാം നടക്കേണ്ട സമയമാകുമ്പോൾ എല്ലാം നടന്നിരിക്കും. ഇതാരുടെയും കുറ്റമല്ല, അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.